Hi all, this is Angelit. Welcome to Study Table. Today we are going to see the second part of the chapter, Democracy and Rights. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ഭാഗമാണ് ജനാധിപത്യവും അവകാശങ്ങളും എന്ന പാഠഭാഗത്തിൻ്റെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു എന്താണ് ജനാധിപത്യം, എന്തായിരുന്നു ജനാധിപത്യേതര ഗവൺമെൻറ് അല്ലേ, രണ്ട് തരത്തിലുള്ള ഗവൺമെൻറ് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, ഇതിൽ നമ്മളുടെ ഇന്ത്യ എങ്ങനത്തെ ഗവൺമെൻറ്റാണ്? യെസ്, ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് കൺട്രി അല്ലേ, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജനാധിപത്യ രാജ്യത്തിൻ്റെ മേന്മകൾ, മെറിറ്റ്സ് കണ്ടിരുന്നു അല്ലേ. ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഒരുപാട് മെറിറ്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് നോക്കാം. The most prominent factor that differentiates democratic governments from non-democratic governments is the rights they ensure. For ensuring a democratic life for the citizens, it is essential that the rights are protected. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? പൗരന്മാർക്ക് ജനാധിപത്യ ജീവിതം സാധ്യമാകണമെങ്കിൽ പൗരാവകാശങ്ങൾ നിലനിൽക്കണം. നോക്കാം, അപ്പോൾ എന്താണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് അല്ലേ? എന്താണ് റൈറ്റ്സ് എന്ന് പറയുന്ന അവകാശങ്ങൾ എന്താണ്? The following is some of the rights ensured by the democratic government of India. അതായത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായ ഏതാനും അവകാശങ്ങളിൽ ചിലതാണ് താഴെ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ്സ് ടു ലിവ്, എന്താണ് പറയുന്നത്? ജീവിക്കാനുള്ള അവകാശം. ലിവ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിക്കുക. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഫ്രീഡം ഓഫ് സ്പീച്ച്, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം. ഓക്കെ, സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? അഭിപ്രായ സ്വാതന്ത്ര്യം. നെക്സ്റ്റ്, ഫ്രീഡം ഓഫ് അസോസിയേഷൻ, അതായത് സംഘടനാ സ്വാതന്ത്ര്യം. ഇതൊക്കെ നമുക്ക് ഉണ്ട്. ഡു ദ പീപ്പിൾ ഇൻ ഓൾ കൺട്രീസ് ഓഫ് ദ വേൾഡ് എൻജോയ് ദീസ് റൈറ്റ്സ്, അതായത് ഈ അവകാശങ്ങൾ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? The rights of people are effectively protected only in democratic countries. Observe the block given below. അതായത് ജനാധിപത്യ രാജ്യങ്ങളിൽ മാത്രമാണ് അവകാശങ്ങൾ ഫലപ്രദമായി സംരക്ഷിക്കപ്പെടുന്നത്. അതായത് നമ്മൾ ജീവിക്കുന്ന പോലത്തെ രാജ്യമുണ്ടല്ലേ, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, അതായത് ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ അവകാശങ്ങൾ എന്ത് ചെയ്യുന്നത്? സംരക്ഷിക്കപ്പെടുന്നത്. നോക്കി തന്നിരിക്കുന്ന ബ്ലോഗ്, ആ കുറിപ്പ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. I no longer dream about touring Spain or learning guitar. All I know long for is to stay alive. അതായത് സ്പെയിൻ യാത്രയിൽ നിന്നും ഗിത്താർ പഠിക്കുന്നതിൽ നിന്നും എൻ്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു. ജീവനോടെ ഇരുന്നാൽ മതി. കണ്ടോ? How is it to live without suppression, freely and in peace? I have never known it. Is it such a beautiful feeling? ഇവിടെ എന്താ പറയുന്നത്? അധിനിവേശമില്ലാതെ സ്വതന്ത്രരായി സമാധാനത്തോടെ ജീവിക്കുന്നത് എങ്ങനെയുണ്ടാകും? ഞാൻ ഒരിക്കലും അത് അറിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് മനോഹരമാണോ അത്? These are the words of a 16-year-old Palestinian girl doomed to live in a war-torn country since her birth. നമ്മൾ ഈ വായിച്ച ഈ വാക്കുകളുണ്ടല്ലോ, അത് ബാല്യകാലം മുതൽ യുദ്ധഭൂമിയിൽ ജീവിക്കേണ്ടി വന്ന 16-കാരിയായ പലസ്തീൻ പെൺകുട്ടിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ വായിച്ചത്. War has shattered all the dreams and hopes of Farah Baker. ഇവിടെ എന്താ പറയുന്നത്? അവളുടെ ആ പെൺകുട്ടിയുടെ പേരാണ് ഫറ ബേക്കർ. സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത വിധം യുദ്ധം ഫറ ബക്കറിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. There are a lot of people like Farah living in this world who do not know what peace, freedom and rights mean. അതായത് ഫറയെ പോലെ ഈ ലോകത്ത് ഒരുപാട് പേരുണ്ട് ഇതുപോലെ സ്വാതന്ത്ര്യം, സമാധാനം, അവകാശങ്ങൾ എന്നീ പദങ്ങൾ അർത്ഥം എന്തെന്നറിയാതെ ധാരാളം പേർ ഈ ലോകത്ത് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അവർക്കറിയത്തില്ല എന്തായി സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് എങ്ങനെയാ സമാധാനം എന്ന് പറയുമ്പോൾ അവർ കണ്ടിട്ടില്ല. അവർ ജനിച്ചതിന് ശേഷം ഒരിക്കലും എന്ത് കണ്ടിട്ടില്ല? സമാധാനം കണ്ടിട്ടില്ല. അവർക്കൊരു അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വിചാരിക്കുക എന്തായിരിക്കും ഈ അവകാശങ്ങൾ, എന്തായിരിക്കും ഈ സമാധാനം എന്നൊക്കെ അവർ ചിന്തിക്കുക. വാട്ട് ഡു റൈറ്റ്സ് മീൻ? അപ്പം ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്താണ് ഈ അവകാശം എന്ന് പറയുന്നത്? Rights are those conditions to be ensured by the state and the society for the better life and opportunities for its citizens to develop their talents and potentials. അതായത് നമ്മളോടിപ്പം എന്താണ് അവകാശങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ കഴിവും ശേഷിയും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ ഒരു വ്യവസ്ഥയുണ്ട്. ഈ ഒരു വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഗവൺമെന്റ്സ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻസ് ഓഫ് റൈറ്റ്സ്. ഫോർ ദിസ് എവറി കൺട്രി ഇൻകോർപ്പറേറ്റ്സ് എ ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് ഇൻ ദെയർ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇവിടെ എന്താ പറയുന്നത്? അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെന്റുകൾ സ്വീകരിക്കാറുണ്ട്. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി
പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. എന്താണ് അവകാശ പത്രിക എന്ന് കണ്ടോ? ദ ബിൽ ഓഫ് റൈറ്റ്സ്. ദ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എവറി കൺട്രി ഇൻകോർപ്പറേറ്റ്സ് എ ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് ഇൻ ദെയർ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭരണഘടനയിൽ എന്തുണ്ട്? ഓരോ രാജ്യവും പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയുണ്ട്. അപ്പം അതിനെയാണ് എന്ത് പറയുന്നത്? അവകാശ പത്രിക അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ദ ബിൽ ഓഫ് റൈറ്റ്സ് ഇൻ ഇന്ത്യ ഇസ് നോൺ ബൈ ദ നെയിം ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മളുടെ ഇന്ത്യയുടെ അവകാശ പത്രിക മൗലിക അവകാശങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്ത് പേരിലാണ് നമ്മുടെ റൈറ്റ്സ് അറിയപ്പെടുന്നത്? നമ്മുടെ ഇന്ത്യയുടെ റൈറ്റ്സ് അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്ക് നോക്കാം ഹ്യൂമൻ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന്. മനുഷ്യ അവകാശങ്ങൾ എന്തൊക്കെയാണ്? പൊല്യൂഷൻ ഓഫ് പെരിയാർ, പീപ്പിൾ വെറീഡ്. അതായത് ഇവിടെ എന്താ പറയുന്നത്? പെരിയാർ മലിനീകരണം, തീരദേശവാസികൾ ആശങ്കയിൽ. ലേബർ എക്സ്പ്ലോയിറ്റേഷൻ ഹൈ ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ അസംഘടിത മേഖലയിലെ തൊഴിൽ ചൂഷണം വർദ്ധിക്കുന്നു. സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ചിൽഡ്രൻ ഇൻ ദ ഫയർ വർക്ക് ഫാക്ടറീസ് ഇൻ ശിവകാശി. അതായത് ശിവകാശിയിലെ പടക്ക നിർമ്മാണ ഫാക്ടറിയിലെ കുട്ടികളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് റിപ്പോർട്ട്. ഡിസംബർ 10 ഓൾ സെറ്റ് ടു ഒബ്സർവ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. വിപുലമായ പരിപാടികൾ. നോക്കിക്കേ, ഒബ്സർവ് ദ കോളേജ് ഗിവൻ ബിലോ. നമ്മൾ ഈ മുകളിൽ നൽകിയിരിക്കുന്ന കോളേജ് നിരീക്ഷിച്ചല്ലോ. Some situations related to the denial of rights and attempts for their protection are highlighted. ഇവിടെ നമ്മൾ എന്താ കണ്ടത്? അവകാശ നിഷേധങ്ങൾക്കിടയാക്കുന്ന ചില സാഹചര്യങ്ങളും അവ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളുമാണ് കൊളാഷിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്നത് അല്ലേ? നോക്കിക്കേ, ഇവിടെ വയലേഷൻ ഓഫ് റൈറ്റ്സ് ട്രിഗേഴ്സ് അറ്റംപ്റ്റ്സ് ടു പ്രൊട്ടക്ട് ദം. അതായത് വയലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ? എന്തെങ്കിലും ലംഘിക്കപ്പെടുമ്പോഴല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ശബ്ദമുയർത്തുന്നത് അല്ലേ? ഇൻ മോഡേൺ ടൈംസ് റൈറ്റ്സ് ആർ കോമൺലി റെഫേർഡ് ടു ആസ് ഹ്യൂമൻ റൈറ്റ്സ്. നോക്കി ഇവിടെ എന്താ പറയുന്നത്? ആധുനിക കാലത്ത് മോഡേൺ ടൈംസിലും അവകാശങ്ങൾ പൊതുവെ മനുഷ്യാവകാശങ്ങൾ എന്ന നിലയ്ക്കാണ് വിലയിരുത്തപ്പെടുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് ദാറ്റ് എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എൻടൈറ്റിൽഡ് ടു. അതായത് മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് എന്ത്? മനുഷ്യാവകാശങ്ങൾ. ഓക്കെ, ഹിയർ ആർ എ ഫ്യൂ റൈറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് which came into existence on 10 December 1948. അതായത് 1948 ഡിസംബർ 10 നിലവിൽ വന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില അവകാശങ്ങളാണ് പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനു മുൻപേ നമുക്ക് നോക്കാം ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ എന്താണ്? All human beings are born free and equal in dignity and rights. അതായത് എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു അല്ലേ? പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. They are endowed with reason and conscience and should act towards one another in a spirit of brotherhood. അതായത് അവർ ബുദ്ധിയും മനസ്സാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരും ആണ്. ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ? സാഹോദര്യം. ഇനി നമുക്ക് നോക്കാം ആ റൈറ്റ്സ്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. എന്താണത്? ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ടു ലിവ്. നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ? ജീവിക്കാനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആൻഡ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് അസോസിയേഷൻ, സംഘടന സ്വാതന്ത്ര്യം. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സംഘടന. റൈറ്റ് ടു ഒക്യുപ്പേഷൻ, ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിൽ, അതായത് തൊഴിലവകാശം. പിന്നെ എന്തുണ്ട്? റൈറ്റ് ടു പ്രിസർവ് കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ്, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം. The government of India has taken a number of steps to protect human rights at the national and state level. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഓക്കെ, the most prominent among them is the formation of the National Human Rights Commission and the State Human Rights Commission. ഈ പറഞ്ഞവയിൽ പ്രധാനപ്പെട്ടതിൽ എന്തൊക്കെയുണ്ട്? ഒന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും രണ്ടാമത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമാണ് രൂപം കൊണ്ടത്. ഓക്കെ, ഇവിടെ എന്താ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്? റൈറ്റ് ടു ലിവ് മീൻസ് റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി, അതായത് ജീവിക്കാനുള്ള അവകാശം. എന്നാൽ എന്താണ്? അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അതിൽ അർത്ഥമാക്കുന്നത്. ഓക്കെ,
pure air, pure drinking water, sufficient nutritious food, etc. come under the right to live. അതായത് ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, 2 കമ്മീഷനോട് നമ്മൾ കണ്ടല്ലോ അല്ലേ. ഒന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഓക്കെ, the formation of National Human Rights Commission is an important step in the direction of protecting human rights at the national level. അതായത് മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണെന്ത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം. The commission is constituted under the Human Rights Protection Law passed by the Parliament in 1993. അതായത് 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷന് രൂപം നൽകിയത്. The commission comprises of 5 members, including the chairman. A retired chief justice of the Supreme Court will be the chairman of the commission. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്കിത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ വരാൻ പറ്റും കേട്ടോ. എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 5 മെമ്പേഴ്സ് ഉണ്ട് അല്ലേ, 5 അംഗങ്ങളുണ്ട്. അതിൽ ചെയർമാനും ഉൾപ്പെടെ അല്ലേ, ഇൻക്ലൂഡിങ് ദ ചെയർമാൻ. ഈ ചെയർമാൻ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം കമ്മീഷന്റെ ചെയർമാൻ. നോക്കിക്കേ, ഇവിടെ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര, ഫസ്റ്റ് ചെയർമാൻ ഓഫ് NHRC. അതായത് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഫങ്ഷൻസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നോക്കിയേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, എൻക്വയർ അബൌട്ട് കംപ്ലയിൻറ്റ്സ് റിലേറ്റഡ് ടു ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതായത് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക, എൻക്വയർ ചെയ്യുക. വിസിറ്റ് ജയിൽസ് ടു സ്റ്റഡി ദ ലൈഫ് സിറ്റുവേഷൻസ് ഓഫ് ദ ഇൻമേറ്റ്സ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻസ്. അതായത് ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികൾ, ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക. റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശുപാർശകൾ നൽകുക. give necessary instructions for the protection of human rights. പിന്നെന്താണ് ഇവരുടെ വേറൊരു ഫംഗ്ഷൻ? മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക. അതുപോലെ പ്രൊമോട്ട് വോളണ്ടറി ഓർഗനൈസേഷൻ ദാറ്റ് വർക്ക് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഫങ്ഷൻസ്. ഓക്കെ, നമുക്ക് നോക്കാം ഇനി സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്താണ് അല്ലേ. നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടു. ഇനി നമുക്ക് നോക്കാം എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഓക്കെ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഓൾ ദി സ്റ്റേറ്റ്സ്. അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ദ കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കെയിം ഇൻ ടു ബീയിങ് ഇൻ 1998. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ ആൻഡ് 2 members. ആരൊക്കെയുണ്ട്? ഒരു ചെയർമാനും 2 അംഗങ്ങളുമാണ് അടങ്ങിയതാണ് ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി എത്രയുണ്ട്? 2 പിന്നെ ഒരു ചെയർമാൻ. അപ്പോൾ 3 members ആണ് ടോട്ടൽ അല്ലേ. പക്ഷേ നാഷണൽ ഹ്യൂമൻ റൈറ്റിൽ എത്ര പേരുണ്ടായിരുന്നു? 5 പേരുണ്ടായിരുന്നു അല്ലേ, ഇൻക്ലൂഡിങ് ദ ചെയർമാൻ. ഇവിടെ നോക്കാം, ഇവിടെ 3 പേരാണ് ഉള്ളതല്ലേ, 2 മെമ്പേഴ്സും ഒരു ചെയർമാനും. ദ ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇവിടെ എന്താ പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻസ് രണ്ടിലും എന്ത് തന്നെയാണ്? സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇൻ ഇൻസ്റ്റൻസസ് ഓഫ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വൺ ക്യാൻ അപ്രോച്ച് ദ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അതായത് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനെ നമുക്ക് സമീപിക്കാവുന്നതാണ്. വയലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിക്ഷേപിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ആരെ സമീപിക്കാം? നമുക്ക് ഈ കമ്മീഷനുകളെ സമീപിക്കാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. സോ കീപ് വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.